മുനമ്പം ഭൂസമരം ഇന്നത്തേക്ക് 300 ദിനരാത്രങ്ങൾ പിന്നിടുകയാണ്. റവന്യൂ അധികാരങ്ങൾ നഷ്ടപ്പെട്ട് 610 കുടുംബങ്ങളാണ് ഇവിടെ ജീവിതത്തോട് മല്ലടിക്കുന്നത്. ഇതിനാരാണ് മറുപടി പറയേണ്ടത്? സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ ഇവരുടെ കണ്ണുകൾ നനയുകയാണ്. ഈ കണ്ണീരൊപ്പേണ്ടത് ഭരണകർത്താക്കളാണ്, മറ്റാരുമല്ല. അനധികൃതമായി വഖഫ് ബോർഡ് തങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി കൈവശപ്പെടുത്തി അവരെ ഇറക്കിവിടാൻ തയ്യാറാകുമ്പോൾ അതിനെതിരെ സർക്കാർ കണ്ണടയ്ക്കുന്നു. ഈ 300 ദിനരാത്രങ്ങൾ പിന്നിട്ട ഈ സഹന സമരത്തെക്കുറിച്ച്, ഈ വേദനകൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള ഒരു സമസ്യ അവശേഷിക്കുമ്പോഴും നമ്മോടൊപ്പം ചേരുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ഉപാധ്യക്ഷൻ ജോസഫ് ബെന്നി. 300 ദിനരാത്രങ്ങൾ ഈ സഹന സമരത്തിലൂടെ കടന്നുപോയത്. ഈ നിരാഹാര സമരം 2024 ഒക്ടോബർ 13 ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ 2022 ജനുവരി 13 മുതൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1995 വഖഫ് നിയമത്തിലെ 1996 ചട്ടം 95 അനുസരിച്ച് വഖഫ് ബോർഡ് ഈ പ്രോപ്പർട്ടി എഴുതിയെടുത്തിരിക്കുന്നു എന്നാണ്. അതായത് ഒരു പ്രോപ്പർട്ടി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, താമസക്കാരായ ആളുകൾക്ക് നോട്ടീസ് വിതരണം ചെയ്യണം, അവരെ കേൾക്കണം, അവരെ വഖഫ് ബോർഡിൽ വിളിച്ചിരുത്തി ഹിയറിംഗ് നടത്തണം. സെക്ഷൻ 4, 5, 6, 7 എല്ലാം ഇതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്നുണ്ട്. സർവേ നടത്തണം. ഇവിടെ സർവേ നടത്തിയില്ല, ഞങ്ങൾക്ക് നോട്ടീസ് തന്നില്ല, സ്ഥലം അളന്നില്ല. 1950കളിലെ ഒരു ആധാരത്തിൽ കാണുന്ന 396 ഏക്കർ ഭൂമി, 404 ഏക്കറുണ്ട്, 396 ഏക്കർ ഭൂമി രജിസ്റ്ററിലേക്ക് എഴുതിയെടുത്തിട്ടാണ് 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. ഈ പ്രദേശത്ത് ഞങ്ങൾ അന്ന് തുടങ്ങി തുടക്കം മുതൽ പറയുന്ന 114 ഏക്കർ ഭൂമി മാത്രമാണ് ഉള്ളത്. 60 ഏക്കർ ജലാശയവുമുണ്ട്. അത് ഇവിടുത്തെ താമസക്കാരായ ആളുകൾക്ക് 1989, 90 കാലഘട്ടങ്ങളിൽ വിൽപ്പന നടത്തി ഞങ്ങൾ മ്യൂട്ടേഷൻ ചെയ്ത് ഞങ്ങളിവിടെ സുഖമായി താമസിച്ചു വന്നിരുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളുടെ ട്രൈബ്യൂണലിലെ വാദം ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത്. 2016 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റും തമ്മിൽ നടന്ന ഒരു തർക്കത്തിൽ 2016 ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. താമസക്കാർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാതെ വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കേണ്ടതും. അന്യായമായി നിയമവിരുദ്ധമായി ഞങ്ങളുടെ പ്രോപ്പർട്ടി സ്വത്തുക്കൾ വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തിരിക്കുന്നത് അത് ക്യാൻസൽ ചെയ്യണം. അത് വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും ആ ഒരു വിധി ഉടനെ തന്നെ വരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ വിധി വന്നാൽ, രജിസ്ട്രേഷൻ ക്യാൻസലായാൽ അടിയന്തിരമായ റവന്യൂ അവകാശങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തരികയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഈ നീതിപൂർവകമായ സമരത്തിൽ ഒരു ശുഭാപ്തി പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും ഈ റവന്യൂ അവകാശങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും റവന്യൂ അവകാശങ്ങൾ അടിയന്തിരമായി പുനഃസ്ഥാപിച്ചു തന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ 365 ദിവസം ഒരു ഡെഡ് ലൈൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 365 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തന്നതിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിച്ചില്ല എങ്കിൽ വളരെ ശക്തമായ രീതിയിൽ ഇന്നിപ്പോൾ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഈ 300-ാം ദിവസത്തിൽ രാവിലെ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹവും പറഞ്ഞത് KCBC തന്നെ ഇതിൽ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്ന് ഈ പ്രശ്നവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മറ്റു സമുദായ സംഘടനകളും, ഇന്നിപ്പോൾ കുടുംബി സമുദായ സേവാ സമാജത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വരുന്നുണ്ട്, SNDPയുടെ നേതാക്കന്മാർ വരുന്നുണ്ട്. അവരെല്ലാവരും ശക്തമായ രീതിയിൽ മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരണം എന്നുള്ള രീതിയിൽ 365 ദിവസത്തിന് ശേഷം ശക്തമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകും. ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത് അവിടുത്തെ ഗൃഹനായികയാണ്. അവിടുത്തെ വീട്ടമ്മയ്ക്ക്
സഹനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട പല സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഭൂസമരത്തിൻ്റെ സഹനം. തൻ്റെ ഭർത്താവും തൻ്റെ മക്കളും തൻ്റെ മാതാപിതാക്കളും ചേർന്ന് അന്തി ഉറങ്ങേണ്ട ഒരു പിടി മണ്ണ് അനാവശ്യമായ നിയമത്തിൻ്റെ പേരിൽ സർക്കാർ റവന്യൂ അവകാശങ്ങൾ നിരോധിച്ചപ്പോൾ വീട്ടമ്മമാരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മബലം നൽകി, അവർക്ക് പിന്തുണ നൽകി, വീട്ടുജോലിയും മക്കളെ സ്കൂളിൽ അയച്ചും അതിനുശേഷം 24 മണിക്കൂറുണ്ടെങ്കിൽ അത്രയും സമയം 610 കുടുംബങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതുന്ന, എല്ലാവരും വിളിക്കുന്ന മുനമ്പം ഭൂസമര സമിതിയുടെ സമരനായിക സിജി ജിൻസൺ ഇവിടുത്തെ പാരിഷൽ കൗൺസിൽ അംഗമാണ്. ഒപ്പം ഈ സമരത്തെ നയിക്കുന്ന വനിതാ പ്രാതിനിധ്യത്തിൻ്റെ കരുത്താണ്. ഈ കരുത്തും ഈ ഊർജവും ഈ 300-ാം ദിവസത്തിലും ചോർന്നു പോകാതെ സിജി നമ്മോടൊപ്പം ചേരുകയാണ്. തങ്ങളുടെ വേദനയും സങ്കടവും ഇനി എന്ത് എന്നുള്ള ആശയവുമായി നമ്മോട് പങ്കുവയ്ക്കുന്നു ഷെക്കിന ന്യൂസിനോടൊപ്പം സിജി ജിൻസൺ. ഇന്ന് മുനമ്പം സമരം 300 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഞങ്ങൾ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും. കാരണം ഞങ്ങളുടെ മക്കളുടെ ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ ഈ ഒരു നിയമത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാത്തതിൻ്റെ വേദനയിലാണ് മുനമ്പം ജനത നിൽക്കുന്നത്. 300 ദിനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വെറും 300 ദിനങ്ങളല്ല. കാരണം പല മക്കളും ഇപ്പോഴും ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കാതെ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആരാണ് ഞങ്ങൾക്ക് നീതി നൽകുന്നത്? ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞവർക്കെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ പലരും മുനമ്പം ജനതയെ തള്ളിക്കളഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ എവിടെയാണ് നീതിക്ക് വേണ്ടി കേഴേണ്ടത്? ഞങ്ങൾ വീട്ടമ്മമാർ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മക്കൾ, അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവരും കടലിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു ചേരുകയാണ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നത് നീതിയിലും നിയമത്തിലും തന്നെയാണ്. ആ നിയമം മുനമ്പം ജനതയെ രക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പും. ആ ഉറപ്പാണ് ഞങ്ങളെ ഇന്നും ഈ പൊരിവെയിലെത്തും ഈ സമരപ്പന്തലിൽ ഇരുത്തുന്നതും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുള്ളത് ഈ 300 ദിനങ്ങൾ ഇവിടെ ഇരുന്ന ഞങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച ജനപ്രതിനിധികളോടാണ്. കാരണം അവർക്കെല്ലാം ഇത് ചിലപ്പോൾ ഒരു പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കഥ മാത്രമായിരിക്കും. പക്ഷേ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു ജീവിതമാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ പോരാട്ടത്തിലാണ് ഞങ്ങളിപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നു, ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, അമ്മമാരെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു നാടിൻ്റെ തന്നെ വെട്ടമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരമ്മ കുടുംബത്തിൽ നിന്ന് പോയാൽ ആ കുടുംബം ഉറങ്ങിയെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അമ്മമാർ മുന്നിട്ടിറങ്ങിയാൽ ഈ സമരം വേറൊരു രീതിയിലോട്ട് മാറും. അങ്ങനെ മാറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് സഹന സമരമാണെന്ന് തന്നെയാണ്. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു സമരം, ഞങ്ങളുടെ പേരിൽ ഒരു കേസോ ഒന്നുമില്ലാതെയുള്ള ഒരു സമരം 300 ദിവസം ഞങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ എന്നത് ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. ആ ക്ഷമ ഞങ്ങളിൽ നിന്നും കടഞ്ഞു പോകാതെ ഈ സമരം അവസാനിക്കുന്നത് വരെ ആ പൂർണ്ണമായ പിന്തുണയോടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കടലിൻ്റെ മക്കൾ തന്നെയാണ്. കടലിൻ്റെ മക്കൾ നേരും നെറിയുമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ സഹന സമരത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരെയും, ഈ കേരളത്തിലെ എല്ലാ ജനതയെയും ഞങ്ങൾ നന്ദിയോടെ തന്നെ ഓർക്കുകയാണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ മക്കളുടെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയവരെ ഒരിക്കലും മുനമ്പം ജനത മറക്കില്ല എന്നതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ 300-ാം ദിവസത്തിൻ്റെ സമരം എറണാകുളം വഞ്ചി സ്ക്വയറിൽ ആദ്യം ആരംഭിക്കാൻ അവസരമൊരുക്കിയത് ഇവിടുത്തെ വികാരിയായ, അതായത് മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാപ്പള്ളിയിലെ വികാരിയായ ഫാദർ ആൻ്റണി സേവ്യർ തറയിൽ അച്ഛനാണ്. അന്ന് ഈ അൾത്താരിൽ നിന്ന് തുടങ്ങിയ പ്രാർത്ഥനയുടെ തീക്ഷ്ണത അതുമായി വഞ്ചി സ്ക്വയറിൽ ഒരു കൂട്ടം ജനങ്ങളുമായി എത്തി. അന്നാണ് ജനങ്ങളെല്ലാം അറിയുന്നത് 610 കുടുംബങ്ങൾ വഴിയാധാരമായെന്ന്. ആ തീക്ഷ്ണത ഈ 300-ാം ദിവസത്തിലും
അച്ഛൻ കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവനാമത്തിൽ, ദൈവവിശ്വാസത്തിൽ ഈ 610 കുടുംബങ്ങളുടെ ശാന്തിയും സമാധാനവും അവരുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അച്ഛൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയുണ്ട്. ഇതുവരെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? കൂടുതൽ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ലഭിച്ചിരുന്നു. 2024 സെപ്റ്റംബർ 27 നമ്മൾ വഞ്ചി സ്ക്വയറിൽ ഈ പോരാട്ടം ആരംഭിച്ചത്. അന്ന് വരാപ്പുഴ കോട്ടപ്പുറം രൂപത നേതൃത്വത്തോടു കൂടിയാണ്, അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ സമരം ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ 300 ദിവസങ്ങളായി നിരാഹാര സമരം തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കൊന്നും വന്നിട്ടില്ല. 365 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു വർഷമാകുന്നതിന് മുമ്പ്, ഇനി അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ എങ്ങനെയെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം പ്രത്യാശകൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. കോടതിയിലെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിൻ്റെ ട്രൈബ്യൂണൽ കോടതിയിലാണ് ഇപ്പോൾ കേസുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അടുത്തത് ഈ മാസം 16-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ജഡ്ജ് ഏതായാലും ഉടനെ ഒരു വിധി പറയുന്നു ഞങ്ങളൊരു പ്രതീക്ഷയുണ്ട്. പഴയ ജഡ്ജും മെയ് മാസം വിധി പറയേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ളിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നു. അല്ലെങ്കിൽ നല്ലൊരു വിധി ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അല്ല, പലരും ഇപ്പോൾ ഈ ഇവിടെ എത്തി വേണ്ട സപ്പോർട്ടുകൾ, പിന്തുണയൊക്കെ നൽകിയിരുന്നു. പല രാഷ്ട്രീയ കക്ഷികളും അല്ലാതെവരൊക്കെ. അവരുടെയൊക്കെ ആ ഇടപെടലിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഐക്യദാർഢ്യം ഇവിടെ വന്ന് പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, വഖഫ് അമെൻമെൻറ്റ് ബില്ലോടുകൂടി ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജു ഇവിടെ വന്ന് 3 ആഴ്ചകൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും, ചട്ടങ്ങളുണ്ടാക്കും എന്ന് ഇവിടെ ഞങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് പോയതാണ്. 3 ആഴ്ച കഴിഞ്ഞ് 3 മാസങ്ങളായി. ഏതായാലും ഞങ്ങൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഞങ്ങൾ ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. ഇത് കേന്ദ്ര സർക്കാരാണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും ആരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയിലെടുക്കുകയാണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അച്ഛനൊക്കെ നടത്തിയ ഈ സമരത്തിൻ്റെ ജ്വാല അതിൽ ഒരു മങ്ങൽ ഏൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത കുറഞ്ഞിട്ടുണ്ടോ? തീക്ഷ്ണത ഒരിക്കലും കുറയുന്നില്ല. കാരണം നമ്മൾ മുന്നോട്ട് പോകുന്തോറും പ്രശ്നങ്ങൾ കൂടുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അതിപ്പോൾ കോടതിയിലാണെങ്കിലും അതുപോലെ തന്നെ സർക്കാർ ഇടപെടലുകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇടപെടലുകളാണെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം ക്ലിയറാണ്. അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ ആസ്തി പട്ടികയിൽ ഈ സ്ഥലം മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഞങ്ങൾ ഒത്തിരി തരണം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ കോടതിയിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സർക്കാർ ഇടപെടലുകളും ഞങ്ങൾ പല പ്രാവശ്യം പല രീതികളിൽ പല സമ്മർദ്ദങ്ങളും കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കളെ കാണുന്നുണ്ട്, പാർട്ടിക്കാരെ കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോഴും പ്രയത്നിക്കുകയാണ്. ഈ 300 ദിവസം കഴിഞ്ഞു. ഇനി 301-ാം ദിവസം തൊട്ട് സമരമുറയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീറ്റിംഗ് കൂടിയായിരുന്നു. ഞങ്ങളും SNDPയും അതുപോലെ കുടുംബി വിഭാഗങ്ങളിൽപ്പെട്ടവർ ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൂടുതലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച അടിസ്ഥാനത്തിൽ ഉടനെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രിവാൻഡ്രം ചെല്ലുകയും മുഖ്യമന്ത്രി കാണുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഭാഗീയത അച്ഛന് തുടങ്ങിയിട്ടുണ്ടോ ഇതിനകത്ത്? ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുടുംബയൂണിറ്റുകളുടെ സഹായമുണ്ട്. ഇടവകയിലെ 18 കുടുംബയൂണിറ്റുകളുണ്ട്. 18 കുടുംബയൂണിറ്റുകളിൽ നിന്നും ആരെങ്കിലും ദിവസം വന്ന് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SNDPയുടെ വിഭാഗത്തു നിന്നും മറ്റുള്ള കുടുംബിയുടെ വിഭാഗത്തു നിന്നും അവരും സാധിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വിഭാഗീയതയല്ല. നേരത്തെ പലരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അന്ന് അമെൻമെൻറ്റ് ബില്ല് പാസ്സാകുന്നതിന് വേണ്ടി പലരും നമ്മൾ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. അതിനുശേഷം ആളുകളുടെ വരവ് കുറവുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ പോരാടാതെ വരാരും ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ശക്തമായിട്ട് നിരാഹാര സമരത്തിൽ ദിവസം പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എല്ലാവിധ വഴികളും ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സഹന സമരത്തിന് നാന്ദി കുറിച്ച വികാരി അച്ഛൻ ഇപ്പോഴും ആ പ്രത്യാശ കൈവിടുന്നില്ല. കോടതിയിൽ വിശ്വസിക്കുന്നു, ഒപ്പം ഭരണകർത്താക്കളിലും. ഇവരുടെ ഈ സഹന സമരത്തിന് ശാന്തിയും സമാധാനവും നൽകേണ്ടത്
കോടതിയും ഒപ്പോൾ സർക്കാരുമാണ്. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. മുനമ്പം ഭൂസമര സംരക്ഷണ സമിതി പന്തലിൽ നിന്ന് ക്യാമറമാൻ അഖിലിനോടൊപ്പം ജാക്സൺ തോട്ടുങ്കൽ, കൊച്ചി ബ്യൂറോ.